നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴൊരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 34 അധ്യായം 18 വാക്യം. സങ്കീർത്തനം 34 അധ്യായം 18 വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് നമ്മളെ ഭയപ്പെടുത്താനും ഭീതിപ്പെടുത്താനും അനേകർ നമ്മളെ ചുറ്റിക്കൂടും. അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കെതിരായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. ആ സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. മറ്റുള്ളവരാൽ വിഷമിക്കപ്പെടുന്ന അവസ്ഥ, അത് ചെറിയ പിള്ളേരായാലും വലിയവരായാലും ആരായാലും കൊണ്ട് മറ്റുള്ള പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നു. ദൈവത്തെ വിളിക്കുന്നവരെന്ന് പറയുന്നൊരു കൂട്ടമുണ്ട്, അല്ലാത്തൊരു കൂട്ടമുണ്ട്. അങ്ങനെയുള്ള കൂട്ടങ്ങളുടെ മധ്യേ ഞാൻ യഹോവ മാത്രമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല, ഈശോപ്പച്ചനെ വിളിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ വിഴുങ്ങുവാൻ വേണ്ടി പിശാച് വരുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. അപ്പോൾ യഹോവ നമുക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ മനസ്സ് തകർച്ചയാവുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കുന്നുവെന്ന് പറയുന്നു. ഈ ലോകത്ത് ജീവിക്കാൻ വളരെ കഠിനം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥമൊക്കെ ആകുന്നത് നമ്മൾ വചനം ധ്യാനിക്കുമ്പോഴാണ്. വചനം പറയുന്നില്ലെങ്കിൽ നമ്മൾ പൈശാചിക ശക്തിയാൽ ബാധിക്കപ്പെടും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുണ്ട്. നമ്മൾ ബൈബിൾ വാക്യം വായിക്കാനോ പ്രാർത്ഥിക്കാനോ മുട്ടുമടക്കുവാനോ മറന്നെങ്കിൽ ശത്രു ജയമെടുക്കുന്നു. അന്നേരം നമ്മളെന്തോ ചെയ്യണം? മറ്റുള്ളവരിൽ കൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ, ചെറിയ പിള്ളേരാലുണ്ടാകുന്ന ക്ലേശങ്ങൾ, വലിയ മുതിർന്നവരാലുണ്ടാകുന്ന ക്ലേശം, മിഡിൽ ഏജ് ആൾക്കാരെയും കൊണ്ടുള്ള ക്ലേശങ്ങൾ, ആരെയും കൊണ്ടെല്ലാം ക്ലേശങ്ങൾ വരുന്നത്, അതെല്ലാം മാറുന്നത് യഹോവ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മളെ ഭയപ്പെടുത്താൻ വരുന്ന ആൾക്കാരുണ്ട്, ഭീതിപ്പെടുത്താനും നിൻ്റെ ജീവിതം ഇങ്ങനെയാകും അങ്ങനെയാകും എന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈ സാഹചര്യത്തിലുണ്ട്, ഈ നാളുകളിലുണ്ട്. എൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. ചില മതവിശ്വാസികൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുന്നു, മനസ്സ് തകർച്ചയാകുന്നു. അപ്പോൾ ഉള്ള വാക്യം ഇതാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോൾ യേശുവിലോട്ട് നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കുഴിയിൽ ചടിക്കാൻ വരുന്നവർ, കുഴിയിലോട്ട് വീഴാൻ നോക്കി നിൽക്കുന്നവരുടെ അപ്പം മനസ്സ് തകർച്ചയാകുകയാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കും. അടുത്ത വാക്യം: നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നീതിമാന് അനേക തകർച്ചകളാണ്. നീതിമാന് കർത്താവ് അവയെല്ലാം വിടുവിക്കുന്നു. അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ ഈ വാക്യം ധ്യാനിക്കാം. ആമീൻ, ആമീൻ.